നാം ജീവിക്കുന്ന വർത്തമാനകാലം ആശയക്കുഴപ്പങ്ങളുടെയും ആകർഷണങ്ങളുടെയും അതിവേഗതയുടെ കാലഘട്ടമാണ്. ഈ അതിവേഗതയുടെയും ആകർഷണത്തിൻ്റെയുമൊക്കെ കാരണത്താൽ ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യ സകല മനുഷ്യരുടെയും ജീവിതത്തെ മുഴുവനായി തന്നെയും മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകർഷണങ്ങളെന്ന് പറയുമ്പോൾ പുതിയ യുഗത്തിലെ പുതിയ മീഡിയകളുടെ ആകർഷണങ്ങൾ അതിൽ വളരെ പ്രധാനമാണ്. അവിടെയൊക്കെ എന്താണൊരു പരിഹാരം എന്നതൊരു പ്രശ്നമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹിജ്റിലെ ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടത്. പൊതുവേ ദോഷം നന്മയായാണ് വർണ്ണിക്കപ്പെടുക. ദോഷം സ്വാഭാവികമായും നന്മയായി ചിത്രീകരിക്കപ്പെടുന്നു, വരച്ചു കാണിക്കപ്പെടുന്നു. അന്ന് ആദ്യ സമയത്ത് തന്നെ ഇബ്ലീസ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം അതാണ്. ഖാല, ഇബ്ലീസ് പറഞ്ഞു റബ്ബിനോട്, റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്. ഞാനിങ്ങനെയായി, ഇനി ഭൂമിയിൽ എല്ലാ കാര്യങ്ങളെയും ഞാൻ അവരുടെ മുമ്പിൽ ഏറ്റവും സീനത്തുള്ളതായി അവതരിപ്പിക്കും. ലഉഗ്വിയന്നഹും അജ്മഈൻ, അവരെ നാം വഴിതെറ്റിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ കുട്ടികൾ പെട്ടുപോയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അകപ്പെട്ടു പോയിരിക്കുന്ന ഒരർത്ഥത്തിൽ രാത്രിയിൽ കിടക്കാൻ നേരം അലാം സെറ്റ് ചെയ്യാൻ എടുത്തിടത്ത് നിന്ന് 20-25 മിനിറ്റോ അരയോ 1 മണിക്കൂറോ എൻ്റേത് നിങ്ങളുടേത് പോയത് ഒരനുഭവമെങ്കിലും ഉണ്ടാകും. എന്തുകൊണ്ട്? ലഉസയ്യിനന്നഹും, നാം അവർക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിപ്പിക്കും. ദോഷത്തെ നന്മയായി ചിത്രീകരിക്കപ്പെടുന്ന ആകർഷണങ്ങളുടെ അതിവേഗതയുടെ കാലം. ഇവിടെയാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം, ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ചോദ്യമുള്ളത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി ഏതാണ്? നിങ്ങൾക്ക് ഉത്തരം പറയാം. നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്താണോ? നമ്മുടെ കയ്യിലുള്ള സമ്പത്താണോ? നമ്മുടെ കയ്യിലുള്ള അധികാരമാണോ? അല്ലെങ്കിൽ നാം എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയമാണോ? ഒരാളെ മാറ്റിമറിക്കുന്ന, സമൂലമായി മാറ്റിമറിക്കാൻ കഴിവുള്ള ശക്തി ഏതാണ്? ആ ചോദ്യത്തിന് മുമ്പിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ എൻ്റെയും സ്രഷ്ടാവായ ഏക സ്രഷ്ടാവിൻ്റെ അഥവാ ദൈവിക വചനം മാത്രം. ഖുർആൻ ഒരു നിയമപുസ്തകം മാത്രമല്ല, അല്ലെങ്കിൽ അതൊരു നിയമപുസ്തകമല്ല, അതൊരു മതഗ്രന്ഥവുമല്ല, അതൊരു ജീവിത പുസ്തകമാണ്. ഇരുലോകത്തെയും ജീവിതത്തെ നന്മയിലും സന്തോഷത്തിലും സമാധാനത്തിനും വഴിയൊരുക്കുന്ന ഗ്രന്ഥമാണ് എന്നർത്ഥം. ഹുദൻ ലിൽ മുത്തഖീൻ, 2-ാം അധ്യായം 2-ാം വചനം. ദാലികൽ കിതാബു ലാ റൈബ്, നിസ്സംശയം അത് തന്നെ ദൈവിക ഗ്രന്ഥം. ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, അതിൽ സൂക്ഷ്മതയാഗ്രഹിക്കുന്നവർക്ക് മാർഗദർശനമുണ്ട്. അല്ലാഹു അക്ബറു ഇന്ന ദീന മുഹമ്മദിൻ വകിതാബഹു അഹ്ദാ വഅഖ്വമു ഖീലാ ലാ തദ്കുറുൽ കുതുബസ് സവാലിഫ ഇൻദഹു طلع الصباح فأطفأ القنذيلا. അല്ലാഹു അക്ബർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഇസ്ലാം, വ കിതാബഹു, അത് പഠിപ്പിച്ചു തരുന്ന വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ, അത് തന്നെ അഹ്ദാ വ അഖ്വമു ഖീല, ഏറ്റവും നേരായതും എവിടെയും പറഞ്ഞു കൊടുക്കാവുന്നതും പഠിപ്പിക്കാവുന്നതും ആർക്കും സമ്മാനിക്കാവുന്നതുമായ ആശയം.
അതിൻ്റെ മുമ്പിൽ നിങ്ങൾ മറ്റൊന്നിനെയും എടുത്തു വെക്കരുത്, അതിനു മുകളിൽ നിങ്ങൾ മറ്റൊന്നിനെയും വെക്കരുത്. ലാ തദ്കുറുൽ കുതുബ സവാലിഫ ഇൻദ, കാരണം ത്വലഅ സ്വബാഹ് ഫഅത്ഫഅൽ ഖിൻദീല, നേരം വെളുത്താൽ മെഴുകുതിരി അണയ്ക്കണം. വിശുദ്ധ ഖുർആൻ ചരിത്രത്തിലെ മാനസാന്തരത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളും ഒരുപാട് വ്യക്തികളുടെ ചരിത്രവും നമ്മൾ വായിച്ചതാണ്. നേരത്തെ സംസാരിച്ചു പോയ 3 പ്രഗത്ഭമായ സംസാരങ്ങളിലും നിഴലിച്ചു നിന്ന ഒരു ശബ്ദം ഉമറിനെ സംബന്ധിച്ച് തന്നെയായിരുന്നു. സൂറത്തു താഹയിലെ, സൂറത്തു തൂറിലെ ഒക്കെ ഭാഗങ്ങൾ വല്ലാതെ ആകർഷിച്ചു എന്നാണ്. നമ്മളെയും നമ്മുടെ മനസ്സിനെയും പിടിച്ചു കുലുക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ എന്ന വചനം പറഞ്ഞെടുത്ത് നാം എത്ര വചനങ്ങൾ കേട്ടു. പ്രവാചകനെ നശിപ്പിച്ചു കളയാൻ, ഇല്ലാതെയാക്കാൻ തീരുമാനിച്ച ഉമറിനെ മനസ്സുമാറ്റാൻ കാരണമാക്കിയ വചനങ്ങൾ വിശുദ്ധ ഖുർആനിലെ, നാം വായിക്കുന്ന ഖുർആനിലെ വചനങ്ങൾ തന്നെയാണ്. പക്ഷേ എവിടെയോ എപ്പോഴോ നമ്മയും അത് സ്പർശിക്കാൻ അവസരം കാത്തിരിക്കുന്നു. നമ്മൾ അവിടെ എത്തണം. ആ വചനങ്ങൾ കോറിലേറ്റഡ് ആണ്. നിങ്ങളത് വായിച്ചോന്നറിയില്ല. അൽ അനാഖത്തു ബൈനൽ ആയാത്ത് എന്നൊരു പഠനമുണ്ടല്ലോ. ഓരോ ആയത്തുകളും തമ്മിലുള്ള ബന്ധം. താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, അതാ നേരത്തെ പറഞ്ഞത്, നിനക്കൊരു പ്രയാസം ഉണ്ടാക്കാനല്ല. അപ്പോഴേ സ്വാഭാവികമായൊരു ചോദ്യം, എനിക്ക് പ്രയാസമുണ്ടാക്കുന്നതല്ല ഇതെന്നോ? എങ്കിൽ അതെന്താ? അതാരാ? അതെവിടെ നിന്നാ? ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. ഭാഷ സ്വാഭാവികമായും ആശയത്തെ വേഗം സ്വീകരിക്കാൻ പാകതയുള്ളവരായ അറബികളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത കാര്യം അറിയാൻ താല്പര്യത്തിന് സമയം കാത്തു നിൽക്കണ്ട. നമ്മളത് വായിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്ക് കാലം കഴിഞ്ഞു. അതാണ് നമ്മൾ മാറ്റം വരാത്തത് പെട്ടെന്ന്. അപ്പോഴാണ് അതോടെ വരുന്നത് തൻസീലം മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ. അതാരാ? അർ-റഹ്മാൻ. അവൻ എവിടെ? അലൽ അർശിസ്തവാ. ആരാണവൻ? ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. ആശയം മനസ്സിലായി കാണും. വെളിച്ചം വായിക്കുന്ന പഠിക്കുന്ന ആളുകൾക്ക് ക്ലിയറാണ്. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അവക്കിടയിലുള്ളതിൻ്റെയും അതിന് താഴെയുള്ളതിൻ്റെയും ഒക്കെ ഉടമസ്ഥാവകാശം അവനാണ്. അവൻ നിന്നിൽ ഈ വചനങ്ങൾ അവതരിപ്പിച്ചത് നിനക്ക് യാതൊരു പ്രയാസം ഉണ്ടാക്കാനല്ല, മറിച്ച് നിനക്ക് പരിവർത്തനമുണ്ടാകും, നിൻ്റെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാകും, നീ കണ്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അത് മക്കളുടെ പ്രയാസമാവട്ടെ, മക്കൾ അകപ്പെട്ടു പോയ പ്രയാസമാവട്ടെ, ജോലി ഭാരം കൊണ്ടുള്ള പ്രയാസമാകട്ടെ, ജോലി ഇല്ലാത്തതിൻ്റെ പ്രയാസമാകട്ടെ, സാമ്പത്തിക പ്രയാസം, കടബാധ്യത, രോഗം, ഏത് പ്രയാസങ്ങളുമാകട്ടെ, അവിടെയൊക്കെ നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്ന മാനസാന്തരം. നമ്മൾ ഈ മാനസാന്തരം എന്ന് കേൾക്കുമ്പോഴേ മുസ്ലിം അല്ലാത്ത ഒരാൾ ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ഖുർആൻ കേട്ടപ്പോൾ എന്ത് മാറിയെന്ന് മാത്രം നമ്മൾ ആലോചിക്കുന്നത്. അതല്ല, നമ്മളിലുണ്ടാകേണ്ട ചില ചലനങ്ങളുണ്ട്. ഈ ഖുർആനിനെ കൊണ്ടു നടന്നിട്ട്, ഈ ഖുർആനിനെ വായിച്ചിട്ട് 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. സൂറത്തു താഹ 20-ാം അധ്യായത്തിലെ അതിലിങ്ങനെ പറഞ്ഞു പോവുക, ഇന്നനീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത ലിദിക്രി ഇന്നസ്സാഅത ആതിയ. ഇതിങ്ങനെ കേട്ടു പോകുന്ന ഒരു മനുഷ്യനോട് അവസാനം പറയാണ്, ഇതിലൂടെ നീ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുന്ന ഈ ലോകത്തിൻ്റെ അവസാനമായ ഒരന്ത്യദിനത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പരിവർത്തനമാണ് അവിടെ സാധ്യമാകുന്നത് എന്നർത്ഥം. ഫുദൈൽ ഇബ്നു ഇയാദിൻ്റെ ചരിത്രം നേരത്തെ സൂചിപ്പിച്ചതിൽ ഒരു ഭാഗം പറഞ്ഞു. അദ്ദേഹം പ്രസിദ്ധനായ കള്ളനാണ് എന്ന് പറയാം, കള്ളനായിരുന്നു എന്ന് പറയാം. അവിടെ നിന്നാണ് അദ്ദേഹം സൂറത്തു ഹദീദിലെ 16-ാമത്തെ വചനം അദ്ദേഹത്തെ വിശ്വസിച്ചവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണയ്ക്കായി മൃദുവാകേണ്ട സമയം കഴിഞ്ഞില്ലേ എന്ന ഒരു ചോദ്യം. ഇതെന്നെയും നിങ്ങളെയും പലപ്പോഴും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. വിശ്വസിച്ചവരുടെ ഹൃദയം അള്ളാഹുവിൻ്റെ വചനങ്ങളിലേക്ക് ഇനിയും മൃദുലമാകേണ്ടതില്ലേ എന്ന്. നേരത്തെ
അഹമ്മദ് മൗലവി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദേഷ്യം അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയുക എന്നത്. നമ്മളുടെ ക്ഷമയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വചനങ്ങളാ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് വബശ്ശിരി സാബിരീൻ ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നൊക്കെ ഫസബ്റുൻ ജമീൽ എന്നൊക്കെ കേട്ടത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അക്ഷമരാകേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അവിടുന്ന് നമ്മൾ പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നാ ആ വചനം ഇങ്ങനെയാ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ ഇനിയും ഹൃദയത്തെ പാകപ്പെടുത്താൻ ആയില്ലയോ വിശ്വാസികൾക്ക് എന്ന്. ഹൃദയം സ്പർശിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അവരുടെ ശരീരം, അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം ആകെ മാറ്റമുണ്ടാക്കുന്നതാണ്. ഞാൻ സമയം കുറവായതുകൊണ്ട് ചില അനുഭവങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചില സുഹൃത്തുക്കൾ പങ്കുവച്ച പച്ചയായ ചില അനുഭവങ്ങൾ. അന്ന് പഴയകാല ചരിത്രത്തിലെ സഹാബാ കിറാമുകളുടെ ചരിത്രം അല്ല, ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്കുമൊക്കെ ഉണ്ടാകും. ആ അനുഭവങ്ങളെ ഇതിലേക്ക് ചേർത്ത് വെക്കണം. ഒരു സുഹൃത്ത്, കണ്ണൂർ ജില്ലയിലെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം, എന്നെ ഒരു വചനം സ്വാധീനിച്ചു എന്നാണ്. അദ്ദേഹം അദ്ദേഹത്തെ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. ഇത് കേൾക്കാനിടയായ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, പരിചയപ്പെടണം. എന്തിനാണ്? ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണണം. അങ്ങനെ അദ്ദേഹം ചെല്ലുന്നു, ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് ചോദിച്ചു, ഇത്ര കാര്യമായി എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇതുവരെ ഖുർആൻ വായിക്കാറില്ലായിരുന്നു, ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്കതിനോട് താല്പര്യവും വന്നിട്ടില്ല. പക്ഷേ ഒരു വാക്ക്, ഒരു വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇനി ഖുർആൻ പഠിക്കണം, എനിക്കിനി മാറണം. നമ്മൾക്ക് ചരിത്രത്തിലെ എഴുതപ്പെട്ട സഹാബാ കിറാമുകളുടെ ചരിത്രവും പേരുകളും കേൾക്കുമ്പോഴും പറയുമ്പോഴും മാത്രമേ ചരിത്രമായി മാറാറുള്ളൂ. അല്ല, ഇവിടെയും ഉണ്ട് എന്നർത്ഥം. അങ്ങനെ ആ സഹോദരനോട് ചോദിച്ചു, ഏതാണ് സുഹൃത്തെ നിന്നെ സ്വാധീനിച്ച വചനം? അദ്ദേഹം പറഞ്ഞത് സൂറത്ത് മുർസലാത്തിലെ 25-ാമത്തെ വചനത്തിലെ കിഫാത്തൻ എന്ന ഒരു പദമാണ്. നമ്മളെത്ര വായിച്ചു? നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പോലെ 4 കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചില്ലേ അവിടെ? നമ്മളെത്ര പ്രാവശ്യം അത് ചോദിച്ചു, മറുപടി കൊടുത്തില്ല. ഇവിടെ അദ്ദേഹത്തെ സ്വാധീനിച്ച വചനം കിഫാത്തൻ എന്നതാണ്. മതിയായത്, പാകതയുള്ളത്, ഉൾക്കൊള്ളാവുന്നത് എന്നർത്ഥം. അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വ അംവാതാ. ഭൂമിയെക്കുറിച്ച് പറയാം. അലം നജ്അലിൽ അർദ കിഫാതാ. ഈ ഭൂമിയെ നാം പാകതയുള്ളതാക്കിയില്ലേ? എന്തിന് പാകതയുള്ളത്? അഹ്യാഅൻ വ അംവാതാ. ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കി ഭൂമിയെ. കോടാനക്കോടി ജീവജാലങ്ങൾ, മനുഷ്യർ, ജന്തു മൃഗാദികൾ, പക്ഷികൾ, ഉരകങ്ങൾ, അങ്ങനെയെല്ലാം പ്രാണികൾ, ഒരുപാട് ജീവജാലങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനെ മാത്രമാണ് യഥാർത്ഥത്തിൽ ബോധപൂർവം 6 അടി മണ്ണിൽ താഴ്ത്തി വെക്കുന്നത്. ഒരു കല്ല്, മൂട് കല്ല് വെച്ച് അതിന് മുകളിൽ അടയാളമായി 1 ചാൺ ഉയരത്തിൽ മണ്ണും ഉയർത്തി വെക്കുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയാ? ഒന്നും വേണ്ട, ഇങ്ങനെ ഖബറടക്കപ്പെട്ടിട്ടുള്ള ഖബർസ്ഥാനിലെ തെങ്ങിലെ ഇളനീരിന് ആരും വേണ്ടെന്ന് പറഞ്ഞില്ല. അതിന് രുചിഭേദമില്ല, വ്യത്യാസം വന്നിട്ടില്ല, അത് കളങ്കമായിട്ടില്ല. അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വ അംവാതൻ. മരിച്ചു പോയാൽ അത് സ്വീകരിക്കുവാനും ജീർണിപ്പിച്ചു കളയുവാനും ഭൂമിക്ക് ഒരു കഴിവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിതിൽ നടക്കാൻ പറ്റുമോ നേർക്കുനേരെ? എത്ര കോടി മനുഷ്യർ! ഖബർസ്ഥാനിലുള്ള കിണറിലെ വെള്ളമല്ലേ പള്ളിയിലെ വെള്ളം? ആരെങ്കിലും പ്രയാസം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അലം നജ്അലിൽ അർദ കിഫാതൻ അഹ്യാഅൻ വ അംവാതൻ. ആ സുഹൃത്തിനെ സ്വാധീനിച്ചതും ആ സുഹൃത്ത് വിശുദ്ധ ഖുർആൻ പഠനം തുടങ്ങിയതും അവിടെയാണ്. സുഹൃത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. അതേപോലെ മറ്റൊരു സുഹൃത്ത് പങ്കുവച്ച ഒരു കാര്യം, ഖിയാമത്ത് നാളിൽ വിചാരണ സന്ദർഭത്തിൽ
ഐഹിക ലോകത്ത് ചെയ്തു പോയ പാപങ്ങൾ വെളിവാക്കപ്പെടുന്ന വിധത്തിൽ അടയാളം നൽകപ്പെട്ടുകൊണ്ട് ഹാജരാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വചനം കേട്ടത് മുതൽ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇതാ മാനസാന്തരത്തിന് പ്രേരണ നൽകുന്ന വചനം എന്ന് പറഞ്ഞത്. ശരിക്കും വായിച്ചു നോക്കണം. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപക്ഷെ ആരോരും അറിയാതെ കരുതിക്കൂട്ടി ചെയ്തു പോയ തെറ്റുകൾ തന്നെയുണ്ടാകും. നമ്മുടെ അവിവേകം, അറിവില്ലായ്മ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ പ്രാർത്ഥിച്ചു കൊള്ളുക നമ്മളെല്ലാവരും. റബ്ബേ, എനിക്ക് തെറ്റുപറ്റിയതിൻ്റെ, എനിക്ക് അറിവില്ലാതെ വന്നതിൻ്റെ, ചെയ്യേണ്ടത് ചെയ്യാൻ മറന്നുപോയതിൻ്റെ പേരിൽ പിടികൂടരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ചെയ്ത പാപങ്ങളെല്ലാം വെളിവാക്കപ്പെടും വിധത്തിൽ പരലോകത്ത് വിചാരണക്കൊരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള സൂറത്തുർ റഹ്മാനിലെ വചനം 41-ാമത്തെ വചനം അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഇത് അനുഭവം പങ്കുവെക്കുമ്പോൾ അദ്ദേഹം കരയായിരുന്നു. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം. അദ്ദേഹം വീണ്ടും പറയാട്ടോ, ഓരോ തെറ്റും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ തെറ്റ് ചെയ്തവനായിട്ട് പരിചയപ്പെടുത്തപ്പെടണമെങ്കിൽ അക്കോലത്തിൽ ഓൻ പുറത്തു വരൂലേന്ന്, ആ കോലത്തിൽ ഓൻ വരേണ്ടി വരൂലേന്ന്. അല്ല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ അറിയാതെ ചെയ്തതാ. പാപമോചനം തേടുന്നവർക്ക് അല്ലാഹു പാപം പുറത്തു കൊടുക്കും. തീർച്ചയാണ്. ആത്മാർത്ഥമായി റബ്ബിനോട് പറയണം, പാപം പുറത്തു തരണേ, അതിൻ്റെ പേരിൽ പിടിച്ചു വെക്ക്, ഞങ്ങളെ പിടികൂടരുതേ, ഞങ്ങളുടെ ഔറത്ത് മറ്റാരുടെ മുമ്പിലും വെളിപ്പെടുത്തല്ല റബ്ബേ എന്ന്. അല്ലാഹുമ്മസ്തുർ അല്ലാഹുമ്മസ്തുർ ഔറാത്തി അല്ലാഹുമ്മസ്തുർ ഔറാത്തി. അല്ലാഹുവേ, എൻ്റെ ഔറത്തുകളെ നീ മറച്ചു വെക്കണേ, പുറത്തു തന്നു മറച്ചു വെക്കണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുക. യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിൻ നവാസി വൽ അഖ്ദാം. കുറ്റവാളികൾ അവരുടെ അടയാളം കൊണ്ട് തിരിച്ചറിയപ്പെടും. എന്നിട്ട് മലക്കുകൾ അവരുടെ മൂർധാവിലും പാദങ്ങളിലും പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയും എന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരനുഭവം ഒരു സഹോദരി പങ്കുവച്ചതാണ്. അവർ രാത്രി നമസ്കാരത്തിൽ വലിയ ശ്രദ്ധയൊന്നുമില്ലാത്ത ആളായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, മഖാമൻ മഹ്മൂദൻ, വലിയ ഒരു സ്ഥാനം നൽകപ്പെടുമെന്ന് പറഞ്ഞില്ലേ. അനിർവചനീയമായി നമുക്ക് സ്വയം അനുഭവിക്കാൻ കഴിയുന്ന ഉന്നത സ്ഥാനീയനാകുന്നത് രാത്രി നമസ്കാരത്തിലൂടെയാണ് എന്ന് പറഞ്ഞില്ലേ. ആ ഭാഗം അവരെ സ്വാധീനിച്ചത് എവിടെയെന്നറിയോ? 39-ാം അധ്യായം സൂറത്തു സുമറിലെ 9-ാമത്തെ വചനം പഠിച്ചപ്പോൾ, സൂറത്തു സുമറിലെ 9-ാമത്തെ വചനം വായിച്ചപ്പോൾ. മാത്രമല്ല, അവർ അത് സദസ്സിൽ വെച്ച് ഉറക്കെ പാരായണം ചെയ്ത സമയത്താണ് പോലും അവരെ സ്വാധീനിച്ചത്. അത് എനിക്ക് അറിവില്ലെന്നവർ അന്ന് മനസ്സിലാക്കുക. ഞാൻ അറിവുള്ളവളാകണമെങ്കിൽ എന്താകണം എന്നവർ മനസ്സിലാക്കുക. തഫ്സീറായ തഫ്സീറൊക്കെ വായിച്ചു പറയാൻ കഴിവുള്ളത് കൊണ്ട് ഖുർആനിനെ കുറിച്ച് അറിവുള്ളവൻ എന്ന് പറയാൻ പറ്റില്ല. കുറിച്ചറിവുണ്ടാവും, ഖുർആനിൻ്റെ അറിവ് കയറാത്തവരാണ്. ലോകത്തെ മുഴുവൻ വിജ്ഞാനീയങ്ങളെക്കുറിച്ചും അറിയാം, എൻസൈക്ലോപീഡിയയാണ്. പക്ഷേ അതുകൊണ്ട് അയാൾ അറിവുള്ളവൻ എന്ന് പറയാൻ പറ്റില്ലെന്നാണ്. മറിച്ച് തിരിച്ചറിവുള്ളവരായി മാറേണ്ടതിനെക്കുറിച്ച് ഈ വചനം അവരെ പ്രചോദിപ്പിച്ചു. മാനസാന്തരമുണ്ടായി. ഏതാന്നറിയ വചനം? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമാ സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. 3 പാർട്ടാണ് ഈ വചനത്തിൽ. നമ്മൾ ഈ കഷ്ണം മാത്രമേ എടുക്കാറുള്ളൂ. ഏത് കഷ്ണം? ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണോ? എന്തെങ്കിലും പഠിച്ചൂടെ ചങ്ങായി എന്ന് ചോദിക്കലുണ്ട്. അതിന് മാത്രം ആയത്ത് കാണല്. ഈ അറിവ് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഈ അറിവ് എവിടേക്കാ ടച്ച് ചെയ്യുന്നതെന്നറിയോ? അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈൽ. രാത്രിയുടെ അന്ത്യസമയങ്ങളിൽ
രാത്രിയുടെ ഇശാ നമസ്കാരവും സുന്നത്തൊക്കെ കഴിഞ്ഞ് ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ടുള്ള പുലർക്കാലത്തിന് മുമ്പുള്ള ഏതെങ്കിലും ഒരു സമയം, ആനാ അൽ ലൈൽ, അങ്ങനെയുള്ള സമയത്ത് ഖാനിത്ത്, ഒതുക്കമുള്ളവനായി വണക്കമുള്ളവനായി, സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറ വയർജൂ റഹ്മത റബ്ബി, റബ്ബിൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ച് ആഖിറത്തിനെ ഗൗരവമായി കണ്ട് രാത്രിയുടെ അന്ത്യസമയം എഴുന്നേറ്റ് നിന്ന് സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്ന മനുഷ്യൻ. എന്നിട്ട് അവിടെയാണ് കണക്ട് ചെയ്തത്. അതിൻ്റെ വാൽകഷ്ണമാണ് ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അറിവ് മനുഷ്യനെ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റവും ഊർജം നൽകുന്ന രാത്രിയുടെ അന്ത്യസമയം എഴുന്നേറ്റ് നമസ്കരിക്കുന്നതിന്, സാഷ്ടാംഗം നമിക്കുന്നതിന്, സാധന ദൈവത്തിന് അർപ്പിക്കുന്നതിന് പാകപ്പെടുത്തുമ്പോഴാണ് അവൻ അറിവുള്ളവനാകുന്നത് എന്ന്. അല്ലാതെ 5 വക്ത് നല്ല സുഖമുള്ളപ്പം മഴയില്ലാത്തരം വണ്ടിയെടുത്ത് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന അവനല്ല അറിവ്. അങ്ങനെ 5 വക്ത് പോകാൻ ആർക്കും കഴിഞ്ഞേക്കാം, അത് തന്നെ ശക്തമാണ്. അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, രാത്രി നമസ്കാരത്തെക്കുറിച്ച് അഖ്വം അശദ്ദു വത്അൻ എന്ന് പറഞ്ഞ ഏറ്റവും ഒരു പവർഫുൾ സ്റ്റെപ്പാണ് എന്ന് വേണമെങ്കിൽ അതിന് അർത്ഥം നൽകാം. അങ്ങനെയുള്ള ആ വചനം ആ സഹോദരിയെ പരിവർത്തിപ്പിച്ചു എന്നാണ്. ഇനിയും നോക്ക്, പുതിയ കാലത്തിലെ മാനസാന്തരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പാശ്ചാത്യൻ ജയിലുകളിൽ തടവുകാരായ ഒരുപാട് ആളുകൾ വിശുദ്ധ ഖുർആനിൻ്റെ വിവർത്തനം വായിക്കാൻ അവസരം കിട്ടി മനസ്സ് മാറി കുറ്റകൃത്യത്തെ വിട്ടിട്ട് ദാഴികളായി മാറിയത് ഒരുപാട് ഞാനും നിങ്ങളുമൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്തതാണ്. ഞാൻ രാജ്യമോ വ്യക്തിയുടെ പേരോ പറയുന്നില്ല. ജയിലിലടക്കപ്പെട്ട ഒരു മനുഷ്യൻ ആയുധ കവർച്ചയായിരുന്നു, കൊലപാതക ശ്രമത്തിന് ശിക്ഷിക്കപ്പെട്ട് 25 വർഷം കഠിന തടവ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജയിൽ ജീവിതം തുടക്കത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ ക്രോധമുണ്ടാക്കിയിരുന്നു, വല്ലാതെ നിരാശയുണ്ടാക്കിയിരുന്നു. അങ്ങനെ കുറേ ദിവസം അങ്ങ് കഴിഞ്ഞ് വഴക്കും കലാപവും കുറ്റകൃത്യ ചിന്തകളും അതിനുള്ളിൽ നിന്നും നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സെല്ലിൽ ഒരുപാട് പഴയ പുസ്തകങ്ങൾ കൊണ്ടുവരപ്പെടുകയും അതിലൊന്ന് ഇംഗ്ലീഷ് പരിഭാഷയടങ്ങുന്ന വിശുദ്ധ ഖുർആനായിരുന്നു എന്നതും അദ്ദേഹത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഒരു താക്കോലായിരുന്നു. ആ ഇംഗ്ലീഷ് പരിഭാഷ എടുത്ത് അദ്ദേഹം വായിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് മതത്തിൽ താല്പര്യം ഒന്നുമേ ഇല്ലായിരുന്നു, പക്ഷേ ജയിൽ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ എൻ്റെ ഏതെങ്കിലും വായിക്കണമെന്ന് തോന്നിയപ്പോൾ കുറച്ചു പേജുകൾ വായിച്ചു. അതിലെ വാക്കുകൾ എൻ്റെ നേരെ എൻ്റെ മനസ്സിനോട് സംസാരിക്കുമെന്ന് എനിക്ക് തോന്നി, സംസാരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഏതാ വചനം എന്നറിയോ നിങ്ങൾ? എന്നെ ഏറെ സ്വാധീനിച്ച മറ്റൊരു വചനാണത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹോദരങ്ങൾ തിന്മയിൽ പെട്ടുപോയവരുണ്ട്. ലഹരിയുടെ ആയിരുന്നാലും, പോൺ അഡിക്ഷനായിരുന്നാലും, അതേപോലെ വ്യഭിചാരം, അതല്ലെങ്കിൽ ധൂർത്ത്, ഇതുപോലുള്ള ജീവിതങ്ങൾ. ഒരു സഹോദരൻ ഒരു സുഹൃത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെട്ടു. അദ്ദേഹം ഖുതുബ കേൾക്കാൻ തുടങ്ങി. അല്പം കാലം കഴിഞ്ഞപ്പോൾ ആ ഖതീബിനോട് ചോദിക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ചോദിച്ചു, സർ, എനിക്കൊരു വിഷയം പറയാനുണ്ട്. എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊരു കുട്ടിയുണ്ട്. എന്തെങ്കിലും പരിഹാരമുണ്ടോ എനിക്ക് എന്നാ ചോദ്യം. എന്തെങ്കിലും പരിഹാരമുണ്ടോന്ന് എന്താ നമ്മൾ പറയാ? ഈ മനുഷ്യർ പലരും പറഞ്ഞു, പലരുടെ അടുത്തും സമീപിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഓയ് പണി നോക്ക്, ഈ ജാതി വൃത്തികേട് ചെയ്യുന്നിട്ട് ചോദിക്കാൻ വന്നത് എന്ന് പറഞ്ഞു തിരിച്ചയച്ചു പോലും. പക്ഷേ ഈ മനുഷ്യൻ അയാളോട് പറഞ്ഞു, വഴിയുണ്ട്. പക്ഷേ ആ കുഞ്ഞ് കുറ്റം ചാർത്തപ്പെടുന്നവളല്ലെങ്കിലും നിരപരാധിയാകാം. എങ്കിലും നിങ്ങൾ ഇരുവരും നിങ്ങളുടെ പാപമോചനത്തിൻ്റെ ശക്തി അനുസരിച്ച് പാപം പുറത്തു കിട്ടിയാലല്ലാതെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ 2 പേരും, അത് ഒരാൾ മുസ്ലിമും ഒരാൾ മുസ്ലിം അല്ലാത്തയാളും, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ മനുഷ്യൻ എന്ന നിലയിൽ ആ മനുഷ്യൻ ആലോചിക്കുക, എൻ്റെ റബ്ബ് എന്ന് അദ്ദേഹത്തിന് വെള്ളിയാഴ്ച ഖുതുബയിൽ കേട്ട് പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ആ റബ്ബിൻ്റെ മുമ്പിലേക്കൊരു വഴി എനിക്കുണ്ടോ? തെറ്റൊക്കെ ഞാൻ ചെയ്തു, ഇതൊക്കെ ഞാൻ ചെയ്തു പോയി. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റ് ചെയ്തു. നിങ്ങളറിയുമോ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ മഹലിൽ പല സുഹൃത്തുക്കളും എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാത്തത്? എന്തുകൊണ്ടാണ് ക്ലാസ്സുകളിൽ വരാത്തത്? നമ്മളെ കൂടെ ഇരിക്കാൻ, അല്ലേ? ഓരോ കൂടെ ഞാനങ്ങനെ പോയിരിക്കുക.
ഞാനും നാട്ടിൽ ഏറ്റവും മോശക്കാരന്. ഒരാളെ കൂടെ നമ്മളെ കണ്ടാലോ, അങ്ങനെ ഒരാൾ നമ്മളെ അടുത്ത് നിൽക്കുന്നത് വേറെ ആരെ കണ്ടാലോ, ഇപ്പോൾ ഓരുമായിട്ടല്ലേ കൂട്ട് എന്ന് ചോദിച്ച് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അകന്നുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെയും വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വചനമുണ്ട്. ആ വചനം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ തന്നെ 53-ാമത്തെ വചനമാണ്. അതാണ് ഈ തടവുകാരനെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനമുണ്ടാക്കിയ വചനം. ഏതാ വചനം എന്നറിയോ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഈ വചനം എത്ര ആശ്വാസദായകമാണ്. പരിവർത്തനത്തിന്, മാനസാന്തരത്തിന് കാരണമാകുന്ന ഒട്ടേറെ വചനങ്ങളുണ്ട്. അതിലൊന്നാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തങ്ങളോട് തന്നെ അങ്ങേയറ്റം അതിക്രമം ചെയ്തു പോയ ശിർക്കും കുഫറും ചീത്ത കാര്യങ്ങളുമൊക്കെ ചെയ്തു പോയ ആളുകളെ, അവരെയും വിളിച്ചത് എൻ്റെ മക്കളെ യാ ഇബാദി എന്ന്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ എന്തിന് നിരാശരാവണം? ഈ വചനം നേർക്ക് നേരെ ഒരു കുറ്റവാളി കേൾക്കുമ്പോൾ, ഒരു തടവുകാരൻ കേൾക്കുമ്പോൾ സ്വാഭാവികമായും പരിവർത്തനം സാധ്യമല്ലേ? പരിവർത്തനം സാധ്യമല്ലേ? സഹോദരങ്ങളെ, ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ വായന ശ്രദ്ധാപൂർവമാകണം. ആ ആയത്തിൽ അവസാനം പറയണത് എന്തറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. നമ്മൾ ആൾക്കാരോട് പറയാം അല്ല വിടൂലടോ എന്നെന്നാ. അല്ല, അല്ല പറയണ അല്ല നിന്നെ വിടും. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഗഫൂറും റഹീമുമായ റബ്ബിൻ്റെ മുമ്പിൽ മഗ്ഫിറത്തിനും മർഹമത്തിനും തേടണം. അങ്ങനെയാകുമ്പോൾ നിൻ്റെ പാപങ്ങളെല്ലാം അവൻ പൊറുത്തു തരും എന്ന്. മയക്കുമരുന്ന് കടത്ത്, ആയുധ വ്യാപാരം, ജയിലിൽ ഇടയ്ക്കിടെ നടക്കുന്ന ഇസ്ലാമിക ക്ലാസ്സുകൾ കേൾക്കാനിടയായ ഈ മനുഷ്യൻ ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിന് ശാന്തി അനുഭവപ്പെട്ടു എന്ന് പറയാം. സഹോദരങ്ങളെ, സഹോദരികളെ, ഉച്ചഭക്ഷണത്തിൻ്റെ സമയം 5 മിനിറ്റ് കൂടെയാണ് എനിക്ക് നൽകപ്പെട്ട സമയം. ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ആ മനുഷ്യനെ സ്വാധീനിച്ച വചനം ഏതാണെന്നറിയാം? നിങ്ങളെ സ്വാധീനിച്ചോ എന്നാലോചിക്കൂ. ഞാനടക്കം നമ്മളെ സ്വാധീനിച്ചോ എന്നാലോചിച്ച് നോക്കൂ. വചനം എന്താ അറിയോ? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ. സൂറത്ത് ഫുർഖാനിലൊരു ഭാഗത്തെ ഒരുപാട് തെറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2-3 തെറ്റുകൾ ചേർത്ത് പറയുന്നൊരു വചനമുണ്ട്. ഒരു പേജിൻ്റെ മുകളിലായിട്ട് ആ വചനത്തെ നിങ്ങൾ ഓതിയത് ഓർക്കുന്നുണ്ടോ? ആരായിരുന്നു അറിയാതെ? ഏതാ 3 തെറ്റ്? അള്ളാഹു അല്ലാത്തവരെ പങ്കുചേർക്കുന്നു, വ്യഭിചരിക്കുന്നു, അങ്ങനെ 2 കൊല നടത്തുന്നു, അന്യായമായി കൊല്ലുന്നു, രക്തം ചിന്തുന്നു. ഈ മനുഷ്യരെ കുറിച്ച് പറയാണ്, അവരുടെ എല്ലാ പ്രയാസവും തുടങ്ങി. അതായത് ഇനി അവർക്ക് വഴിയില്ല എന്നാദ്യം പറയുന്നുണ്ട്. യൽഖ അസാമ എന്ന് പറയുന്നുണ്ട്. അവരുടെ പാപഭാരം അവർ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ അവസാനിപ്പിച്ചില്ല. കാരുണ്യവാനായ അല്ലാഹു മനുഷ്യൻ്റെ മനസ്സിന് പരിവർത്തനം സാധ്യമാകുന്ന ചില ഭാഗങ്ങളാണ്. അവിടുന്ന് അങ്ങോട്ട് അയാളെ പിടിക്കുകയാണ്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എന്ത് അതിലേത് പെട്ടു? ശിർക്ക് പെട്ടു. നമ്മൾ പറയും ശിർക്ക് ചെയ്ത മനുഷ്യനോട് എൻ്റെ കഴിഞ്ഞു എന്നില്ല. അവനും ഈ ദുനിയാവ് തന്നെ അവസരമുണ്ട്. അവൻ ചെയ്യുന്ന ശിർക്കിനെ കുറിച്ച് ബോധ്യം വന്ന് അവിടെ നിന്ന് തിരിച്ച് തൗഹീദിലേക്ക് വരികയും ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ ഖേദിച്ച് മടങ്ങുകയും ചെയ്താൽ അവൻ്റെ പാപം പൊറുക്കപ്പെടും. അല്ല പിന്നെ ആരാ പോവുക സ്വർഗത്തിൽ? അങ്ങനെ വന്നവരല്ലേ നമ്മളൊക്കെ. അപ്പം നമ്മളെ കൊണ്ടുപോണ്ടേ സ്വർഗത്തിലേക്ക്? നാം പാപമോചനം തേടിയോ നോക്കണം. പണ്ട് ശിർക്കുണ്ടായിരുന്നെങ്കിൽ തൗഹീദിൽ വന്നത് മാത്രം പോരാന്ന് വിചാരിക്കുന്നു ഞാൻ. തൗഹീദ് മനസ്സിലാക്കി വന്നത് മാത്രം പോരാ, പഴയ ശിർക്കിനെ തൊട്ട് പാപമോചനം തേടാനും കൂടെ അടുത്ത സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാനസാന്തരം നടത്തി വിശ്വസിച്ച് നല്ല പ്രവർത്തികൾ ചെയ്തവർക്ക് അള്ളാഹു അവരുടെ ദുഷ്പ്രവർത്തികളെ സൽപ്രവർത്തികളാക്കി മാറ്റും എന്ന്. കാര്യം കൂടെ, നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ ഒരു സുഹൃത്ത് നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താൻ അദ്ദേഹത്തിന് പ്രേരണയായ ഒരു വചനമുണ്ട്. നമ്മൾ സാധാരണ നിസ്കാരത്തിനെ കുറിച്ച് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഇതൊക്കെ പറഞ്ഞിങ്ങനെ പോകും.
പക്ഷെ അദ്ദേഹത്തെ സ്വാധീനിച്ച, അദ്ദേഹത്തെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ചിട്ടയുള്ളവനാക്കി മാറ്റിയ ഒരു വചനം ഏതാണെന്നറിയോ? സൂറത്തു ഹിജ്റിലെ ഭാഗമാണ്. ആ ആയത്ത് ഇങ്ങനെയാ: വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ് സാജിദീൻ. ഈ ആയത്ത് നമസ്കാരത്തെക്കുറിച്ച് എന്താ അവിടെ പറയുന്നത്? വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക. പ്രവാചകരെ, മുഹമ്മദ് നബിയോട് നേർക്കുനേരെ പറയണത്, നമ്മളോടും പറയുന്നു. മുഹമ്മദ് നബിയെ, നമ്മളോട് സഹോദര, വലഖദ് നഅലമു അന്നക യദീഖു സദ്റുക ബിമാ യഖൂലൂൻ. അവർ നിന്നെക്കുറിച്ച് പറയുന്ന, അവർ നിനക്കെതിരെ എഴുതിവിടുന്ന, അവർ നിനക്കെതിരെ എഴുതുവിടുന്ന വാക്കുകളും അവർ നിനക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ നിന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ നിങ്ങൾ അതിനെതിരെ ചെയ്യേണ്ടതെന്താ അറിയോ? നിങ്ങളൊരൊറ്റ കാര്യം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ സ്തുതിച്ച് തസ്ബീഹ് ചെയ്യ്, അവനെ പരിശുദ്ധിപ്പെടുത്ത്. വകും മിനസ് സാജിദീൻ, ഒറ്റയ്ക്ക് നമസ്കരിക്കല്ലേ, കൂട്ടായി നമസ്കരിക്ക്. വകുൻ മിനസ് സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരുടെ കൂടെയാവുക. നമസ്കാരത്തിൻ്റെ ജമാഅത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഖുർആനിലെ റാക്കീൻ, സാജിദീൻ ഒക്കെ തന്നെ മതി. വകുബിന സാജിദീൻ, നീ സുജൂദ് ചെയ്യുന്നവരിൽ ഉൾപ്പെടുക എന്ന്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാം. ഇന്ന് ലോകത്തിന് പ്രശ്നം പലതിനോടുമുള്ള ഭ്രമമാണ്. തിന്മകളോട്, കുറ്റകൃത്യങ്ങൾ, കുടുംബ ഭിന്നതകൾ. ഇവിടെയൊന്നും നിയമങ്ങൾക്കോ ശിക്ഷകൾക്കോ മാത്രം പരിഹാരം കണ്ടെത്തുക സാധ്യമല്ല. മറിച്ച് ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. ഹൃദയത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ. കൽബുൽ ഖുർആനായ യാസീൻ മാത്രമല്ല, ഖുർആൻ മുഴുവനും കൽബോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ മുമ്പിലിരുന്ന് വായിക്കുമ്പോൾ കൃത്യമായി വായിക്കാനും, ഓരോ വചനവും നമ്മെ സ്വാധീനിക്കുന്ന വചനങ്ങളാണ്. ആ നിലയിൽ വായിച്ച് മനസ്സിന് തിന്മകളിൽ നിന്നൊരു പരിവർത്തനം നൽകി നന്മയിലേക്ക് മാറാനും, അങ്ങനെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ തിന്മകളെല്ലാം നന്മകളായി മാറ്റപ്പെടാനും മായ്ക്കപ്പെടാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.